നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. നാരായണീയം നാരായണത്തിൻ്റെ ദിനാചരണമാണ്. നാരായണീയത്തെക്കുറിച്ച് കേൾക്കാത്തവരാരും തന്നെയില്ല. മേൽപ്പത്തൂർ ഭട്ടതിരി അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് മുക്തനാകാൻ വേണ്ടി ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പന് ഗുരുവായൂരപ്പന് വഴിപാട് പോലെ അദ്ദേഹത്തിൻ്റെ കാലിൽ അദ്ദേഹത്തിൻ്റെ കാൽ ചുവട്ടിൽ എഴുതി സമർപ്പിച്ച ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന, ഏറ്റവും വർണ്ണം നിറഞ്ഞ, ഏറ്റവും കേമത്തമായി നിൽക്കുന്ന, നമുക്ക് എന്നും ഉപകാരപ്പെടുന്ന ഏറ്റവും മഹത്തരമായൊരു ഗ്രന്ഥമാണ് നാരായണീയം. 1034 ശ്ലോകങ്ങളോടുകൂടി അദ്ദേഹം എഴുതി ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വഴിപാടായിട്ട്. അത് എഴുതി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ രോഗമുക്തി വന്നു എന്നാണ് പറയുന്നത്. ഈ നമ്മുടെ ഒരു വീടിനകത്തൊരു മുറി വളരെ മോശമായി കിടക്കുമ്പോൾ നമ്മളതിനെ അടിച്ചു വാരി വൃത്തിയാക്കി ഭിത്തിയിലെ അഴുക്കെല്ലാം മാറ്റി പുതിയ പെയിൻ്റൊക്കെ അടിച്ച് കഴുകി തുടയ്ക്കുന്നത് പോലെ മലീനസമായി നിൽക്കുന്ന നമ്മുടെ മനസ്സിലെ അപകർഷതാബോധമായാലും അസത്യചിന്തകളായി നിൽക്കുന്നതിലും അഹങ്കാരങ്ങളായാലും അപക്വമായി നിൽക്കുന്ന പെരുമാറ്റങ്ങളായാലും നമ്മളങ്ങനെ പല വിധാനങ്ങൾ ചെയ്തിരിക്കുന്ന ആ മനസ്സിലുണ്ടാകുന്ന ദുഷിപ്പുകളെ എല്ലാം വൃത്തിയാക്കിയിട്ട് അവിടെ ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം ഉൾക്കൊള്ളാൻ എന്താണോ ഏറ്റവും കൂടുതൽ സഹായിക്കണേ എന്ന് ചോദിച്ചാൽ അത് നാരായണീയമാണ്. ഒരു മനുഷ്യ മനസ്സിനെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദിവ്യ ഔഷധമാണ് നാരായണീയം. മേൽപ്പത്തൂർ ശാരീരികമായ അസ്വസ്ഥതകൾക്ക് വേണ്ടി നാരായണീയം രചിച്ച് ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുമ്പോൾ ആ നാരായണീയത്തിന് ശാരീരികമായി നിൽക്കുന്ന വൈകല്യങ്ങളെക്കാൾ മാറ്റുന്ന ഒപ്പം തന്നെ മാനസികമായി നിൽക്കുന്ന ഏറ്റവും സുഖകരമായ, മനസ്സിനകത്ത് ഏറ്റവും നന്മയുടെ, ഐശ്വര്യത്തിൻ്റെ, നല്ല ചിന്തകളുടെ, നല്ല വ്യക്തിത്വത്തിൻ്റെ, എല്ലാ നല്ല കാഴ്ചകളും കാണാൻ പറ്റുന്ന സുന്ദരമായി നിൽക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാക്കാൻ നാരായണീയത്തിന് സാധിക്കുന്നു. ഏറ്റവും നല്ല നാമജപം ഏതാണ്? ശ്രീ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും പറ്റിയ ഏറ്റവും നല്ല നാമജപം ഏതാണെന്ന് വെച്ചാൽ നാരായണീയമാണ്. ആ നാരായണീയ ദിനമാണ് വരുന്നത്. ആ നാരായണീയ ദിനത്തിൽ ഇതുവരെ നാരായണീയം തൊട്ടുപോലും നോക്കാത്തവർ, അല്ലെങ്കിൽ നാരായണീയം ഒന്ന് മറിച്ചു പോലും നോക്കാത്തവർക്ക് നാരായണീയം ഒരു 10 മിനിറ്റെങ്കിലും ദിവസം വായിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുവാണെങ്കിൽ, ഒരു 10 മിനിറ്റ് മതി. ഞാൻ പറയുന്നത് ഒരു ദിവസം കൊണ്ട് നാരായണീയം തീർക്കണം എന്നല്ല, ഒരു 10 മിനിറ്റെങ്കിലും നാരായണീയം ജപിച്ച് അതിങ്ങനെ ഒരു ഓല വെച്ചോ കടലാസ് വെച്ചോ അത് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു പേജാണെങ്കിൽ പോലും അങ്ങനെ ജപിച്ച് പോകാമെങ്കിൽ അത് അതിഗംഭീരമാണ്, വളരെ ഐശ്വര്യപ്രദമാണ്, വളരെ സമ്പൽ സമൃദ്ധമാണ്, സന്തോഷകരമാണ്, ആരോഗ്യ ആയുസ് വർദ്ധനവ് നൽകുന്നതാണ്. ഒന്നും പറയാനില്ല, അതിഗംഭീരം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ നാരായണീയത്തിൻ്റെ ദിനത്തിൽ നമുക്ക് തുടങ്ങാം. ഇതുവരെ തുടങ്ങാത്തവർക്ക് നാരായണീയ പാരായണം തുടങ്ങാം. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ, ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൃഷ്ടി കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു മന്ദസ്മിതം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യം, നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മകൾ, നമുക്ക് ലഭിക്കുന്ന നല്ല ചിന്തകൾ, നല്ല പരമ്പര എന്ന് വേണ്ട എന്ത് സാധനവും എല്ലാം എന്താണോ ഒരു ഭക്തന്റെ വിഷമം, ആ വിഷമം തന്നെ മാറ്റാൻ പറ്റുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനാണ്. അതറിയാലോ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ, നമ്മൾ എന്ത് വിഷമം പറഞ്ഞോട്ടെ, ആ വിഷമത്തിന് അവിടെ പരിഹാരമാണ്. നമ്മൾ എന്ത് സങ്കടം പറഞ്ഞാലും അതിന് പരിഹാരമാണ്. അത്രയ്ക്ക് ഗംഭീരമാണ്. അപ്പം ഇങ്ങനെ ഇത് ദുരിതങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ജീവിതചര്യയെ, ദുരിതം കൊണ്ട് നിറഞ്ഞ, സങ്കടം കൊണ്ട് നിറഞ്ഞ ആ മനസ്സിനെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ, നല്ല ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ ഇതിപ്പരം കേമത്തായോ നിൽക്കുന്ന ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ പറയാൻ പറ്റും. അത്രയ്ക്ക് കേമാണേ, ഗംഭീരാണേ. ആ ഒരു ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നാരായണീയ ഇപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതോ ചെയ്തിരിക്കുന്ന തെറ്റുകൾ, നമുക്ക് അറിയാതെ പറ്റുന്ന വാഗ്ദോഷങ്ങൾ, കർമ്മദോഷങ്ങൾ ഒക്കെ പരിഹാരമാണ്. അസുഖങ്ങൾക്ക് പരിഹാരമാണ്. മനസ്സിനെ തന്നെ മറ്റൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ ആ നാരായണീയത്തിന് സാധിക്കുന്നു എന്ന് പറഞ്ഞ ഗുണഗണങ്ങളാൽ അതിവർണ്ണിക്കാൻ പറ്റാത്ത അത്രയും നല്ലൊരു ഗ്രന്ഥമായതുകൊണ്ട് തന്നെ
അത് പഠിക്കാൻ ശ്രമിക്കണം, തെറ്റുകൂടാതെ വായിക്കുക. ഒരു 10 മിനിറ്റ് മിനിമം വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു പേജ് എന്ന് കണക്കാട്ടുക. അത് വാങ്ങിച്ച് നാരായണ ദിനത്തിൽ തുടങ്ങാൻ പറ്റുക. ഇനി നിങ്ങൾ അടുത്ത വർഷം ഇത് തീർന്നുള്ളൂ, വിരോധമില്ല, മതി. അടുത്ത നാരായണ ദിനത്തിൽ അതുവരെ ഒരു പുസ്തകം ഒരു ആവർത്തി ആവണുള്ളൂ, മതി, ആയിക്കോട്ടെ. പക്ഷെ ഒരാവർത്തിയെങ്കിലും അത്രയും നാളുകൊണ്ടായല്ലോ എന്ന് വിചാരിച്ചാൽ ആ ഒരാവർത്തി പോലും ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാന്റെ അനുഗ്രഹകല വരികയാണ്. ആ മനസ്സിന് ആ ഭക്തിയുടെ സന്തോഷം നൽകുകയാണ്, മനസ്സിലൊരു പ്രത്യേക സുഖം തന്നെ നൽകുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ നാരായണീയ ദിനത്തിൽ ഇതുവരെ ജപിക്കാത്തവർ ആ നാരായണീയം ഒന്ന് വായിക്കാനും ജപിക്കാനും ശീലമാക്കാനും ശ്രമിക്കുക. അങ്ങനെ ആ നാരായണീയ ജപത്തിലൂടെ നമ്മളെ ഭട്ടതിരി എന്താണോ അത് സമർപ്പിക്കുമ്പോൾ ഈ ലോകത്ത് അല്ലെങ്കിൽ മനുഷ്യ രാശികൾക്ക് വരേണ്ട മാറ്റം എന്താണെന്ന് അദ്ദേഹം എന്താണോ അദ്ദേഹത്തിൻ്റെ മനസ്സ് നനച്ചിരുന്നത്, അല്ലെങ്കിൽ അത് സമർപ്പിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ എന്താണോ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്, ആ നിശ്ചയിച്ച സാധനം നമ്മൾ സാഷ്ടാംഗം നമസ്കരിച്ച് വാങ്ങാൻ പ്രാപ്തരാകുകയാണ് നാരായണീയ ജപം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഉപദേശമോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് അങ്ങനെയുണ്ടെങ്കിൽ ആ ആദ്യത്തെ ഒരു ദിവസത്തെ ജപം തൊട്ടടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി, മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ ശ്രീരാമന്റെ അമ്പലത്തിൽ പോയി, ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ ശ്രീകൃഷ്ണൻ നമ്മുടെ കുടുംബത്തുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഒരു നെയ്വിളക്ക് നടത്തിയിട്ട് ആ ഭഗവാനോട് തന്നെ തൊഴുത് ഉപദേശം മേടിച്ചുകൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ വെച്ച് തുടങ്ങുക. 1-ാം അധ്യായം തൊട്ട് തെറ്റുപറ്റരുന്ന് മാത്രമേ ഉള്ളൂ, വൃത്തിയായി വായിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പതുക്കെ വായിച്ചാൽ മതി, വായിച്ചു പഠിച്ചാൽ മതി. ഭഗവാൻ എന്നിട്ട് അവസാനം പറയാ, ഭഗവാനെ അപ്പൊ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ എന്തെങ്കിലും ഇത് വന്നാൽ ക്ഷമിക്കുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങിക്കോളൂ. അത് ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിലേക്കുള്ള കാരകത്വം വയ്ക്കും, വലിയൊരു മാറ്റങ്ങളിലേക്ക് വരും. അപ്പൊ ആ നാരായണ ജപം നമുക്ക് തുടങ്ങണം, തുടങ്ങാത്തത് തുടങ്ങുക, നടത്തിക്കൊണ്ടിരിക്കുന്നവർ. ഇനിയിപ്പോൾ സ്ഥിരമായി നാരായണീയം ജപിക്കുന്ന ഒരുപാട് സത്സംഗങ്ങൾ എനിക്കറിയാം. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരാവർത്തി നാരായണീയം പൂർത്തിയാക്കാൻ പറ്റുവാണെങ്കിൽ, ഒരാവർത്തി ഒരു ദിവസം പൂർത്തിയാക്കാൻ പറ്റുവാണെങ്കിൽ, എന്നിട്ട് അന്ന് മഹാവിഷ്ണു വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഇരുന്ന് പൂർത്തിയാക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ ഗംഭീരമാണ്. നാരായണീയ ഭജന സമിതികളും നാരായണീയ ജപകൾക്കൊക്കെ അടുത്ത കൃഷ്ണന്റെ അടുത്തോ വിഷ്ണുവിൻ്റെ അടുത്തോ രാവിലെ പോയിരുന്ന് ഉച്ചപൂജ വരെ അവിടെ ഇരുന്നങ്ങ് ജപിച്ചോളൂ. ആ സൈഡിൽ ഇരുന്നോണ്ട് മറ്റേ ഭഗവാന്റെ ഉച്ചയ്ക്ക് എന്താ നിവേദ്യമൊക്കെ വാങ്ങിക്കഴിച്ച് അന്ന് ഭഗവാൻ അങ്ങ് സമർപ്പിച്ചോളൂ. കേമത്താണ്, ഗംഭീരാണ്, അതിഗംഭീരം തന്നെയാണ്, ഐശ്വര്യപ്രദമാണ്. അങ്ങനെയൊന്ന് മാറാം. അപ്പൊ അതുകൊണ്ട് നാരായണീയ ദിനമാണ്, ആരും മറക്കേണ്ട. ദിവ്യ ഔഷധമായ എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ, എല്ലാ നന്മയും നിറഞ്ഞ, എല്ലാ ഐശ്വര്യവും നിറഞ്ഞ ആ നാരായണീയം നമുക്ക് ജപിക്കാത്തവർ ജപിക്കുകയും ജപിച്ച് കൊണ്ടിരിക്കുന്നവര് അന്നത്തെ ഒരു ദിവസം ഏതെങ്കിലും കൃഷ്ണന്റെ അമ്പലത്തിൽ ആത്മസമർപ്പണമായിട്ട് അത് ജപിക്കുകയും കൂടെ ചെയ്താൽ അതിഗംഭീരായി വരും. ഒരുപാട് മാറ്റങ്ങളിലേക്കുള്ള വഴിയാണ്. ഒരുപാട് നന്മകളിലേക്കും ഐശ്വര്യത്തിലേക്കും ശ്രേഷ്ഠതകളിലേക്കും പരമ്പരയുടെ നന്മയ്ക്കും വളരെ ഗംഭീരമാണ്. അപ്പൊ അതുകൊണ്ട് അനുവർത്തിക്കുക. നമസ്കാരം. ഗോവിന്ദം പുരി.